നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്ര പ്രകാരം ജീവിതത്തിലെ പലതരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ആരംഭിക്കുന്ന ഘട്ടങ്ങളാണ് കാലക്രമത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചകളൊക്കെ പതിവായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ 2026 ഇതുവരെ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ മാറ്റങ്ങളാണ് രൂപപ്പെടാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ചിട്ട് ഭാഗ്യവും ഐശ്വര്യവും സന്തോഷവും മാനസിക സമാധാനവും ഒക്കെ ഒരുമിച്ച് കൈവരിക്കാൻ കഴിയുന്ന അവസരങ്ങളാണ് ചില രാശിക്കാർക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അപൂർവമായ ചില ഗ്രഹസംക്രമങ്ങളാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. ബുധൻ, ചൊവ്വ, ശനി, ചന്ദ്രൻ എന്നീ പ്രധാന ഗ്രഹങ്ങൾ ഒരേ സമയം മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നതാണ് ഈ പ്രത്യേക സാഹചര്യത്തിന് കാരണമായിട്ട് വരുന്നത്. ഈ ഗ്രഹമാറ്റങ്ങളുടെയൊക്കെ ഫലമായിട്ട് ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ പലവിധ ഫലങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പലരുടെയും ജീവിതത്തിൽ അപൂർവമായ മാറ്റങ്ങൾക്ക് ഈ ഗ്രഹസംയോഗം വഴിയൊരുക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത്. ശനിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ഈ ഗ്രഹമാറ്റം ഉണ്ടല്ലോ, വ്യക്തി ജീവിതത്തിൽ അനുകൂലമായ നിരവധി പരിവർത്തനങ്ങളാണ് സൃഷ്ടിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ബുധൻ, ചൊവ്വ, ശനി, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ ഒരുമിച്ച് മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ രാജയോഗത്തോട് സാമ്യമുള്ള ശക്തമായ ചതുർഗ്രഹി യോഗമാണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ നിലവിൽ ശനി മീനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കാണ് ശക്തിയേറിയ ഈ 3 ഗ്രഹങ്ങൾ ഓരോന്നായിട്ട് ചെന്നെത്തുന്നത്. അപ്പോൾ ഏപ്രിൽ 3-ന് ചൊവ്വ മീനം രാശിയിലേക്ക് പ്രവേശിക്കും. തുടർന്ന് ഏപ്രിൽ 11-ന് ബുധൻ, അതേപോലെ ഏപ്രിൽ 16-ന് ചന്ദ്രൻ. അപ്പൊ ശനിയോടൊപ്പം ഈ മീനം രാശിയിൽ സംഗമിക്കുമെന്നാണ് ഈ അപൂർവ യോഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി ഈ ഫലം അനുഭവിക്കുന്ന രാശികളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് മേടം രാശി, ഇടവം രാശി, മിഥുനം രാശി, കർക്കിടകൻ രാശി, വൃശ്ചികം രാശി, മകരം രാശി. ഈ രാശികളും ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. ആദ്യം മേടം രാശിയിലേക്ക് അടക്കാം. മേടം രാശിക്കാർക്ക് ഈ 4 ഗ്രഹങ്ങളുടെ സംഗമം ഉണ്ടല്ലോ, 12-ാം ഭാവത്തിലാണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇതിലൂടെ ജീവിതത്തിലെ സന്തോഷകരമായ നിരവധി അനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും. തൊഴിൽ മേഖലയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ പലപ്പോഴും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും. ജോലിയിൽ ഉയർച്ചയും സാമ്പത്തിക നിലയിലൊക്കെ വ്യക്തമായ ഒരു പുരോഗതിയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഉന്നത അധികാരികളുമായിട്ടുള്ള ബന്ധം അനുകൂലമായിട്ട് മാറുകയും അതുവഴി നേട്ടങ്ങളൊക്കെ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സർക്കാർ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുന്നതിനും ഈ കാലഘട്ടം നിങ്ങളെ സഹായിക്കും. സാമ്പത്തിക നിലയിൽ ദീർഘകാലമായിട്ട് ഗുണപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഘട്ടം തന്നെയായിരിക്കും ഇത്. അടുത്തത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിക്കാർക്ക് ഈ ഗ്രഹസംക്രമണം 11-ാം ഭാവത്തിലാണ് നടക്കുന്നത്. ഇത് ജീവിതത്തിൽ സുവർണ കാലത്തിന്റെ തുടക്കമായതിനാൽ നിങ്ങൾക്ക് യാതൊരു വിധവും സംശയവും വേണ്ട. പുതിയ തൊഴിലവസരങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നിങ്ങളെ തേടിയെത്തും. അതുപോലെ തന്നെ ജോലിക്കയറ്റത്തിനുള്ള ഒരു സാധ്യതയൊക്കെ ശക്തമാവും. സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കാനുള്ള ഇത്രയും അധികം അനുകൂലമായ ഒരു സമയം ഇനി നിങ്ങൾക്ക് അപൂർവമാണ് തന്നെ വേണം പറയാൻ. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വ്യക്തമായ ഒരു സാധ്യതയും, അല്ലെ പ്രണയബന്ധത്തിലുള്ളവർക്ക് ഈ കാലഘട്ടം അനുകൂലമായിട്ട് അത് വിവാഹത്തിലേക്ക് തന്നെ മാറുന്നൊരു സമയമായിട്ട് കാണുന്നുണ്ട്. അടുത്ത മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ഈ 4 ഗ്രഹങ്ങളുടെ സംഗമം ഉണ്ടല്ലോ, 10-ാം ഭാവത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഭാഗ്യം നിങ്ങളെ പിന്തുടരുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക. വിദേശ യാത്രകൾക്കൊക്കെ അനുകൂലമായ യോഗങ്ങൾ രൂപം കൊള്ളും. ദൂരദേശങ്ങളിലേക്ക് തൊഴിൽ ആവശ്യത്തിനായിട്ട് പോകുന്നവർക്ക് സാമ്പത്തികമായിട്ട് ഒരു ഗുണപരമായ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും. സമൂഹത്തിൽ മാന്യമായ അംഗീകാരവും പ്രശസ്തിയും ഒക്കെ നേടാനായിട്ട് അവസരം ലഭിക്കും. പൂർവിക സ്വത്തൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതകളൊക്കെ ശക്തമാകും. ഇതുവഴി നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു മികച്ച കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കാനായിട്ട് പോകുന്നത്. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർക്ക് 9-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു ഘട്ടം തന്നെയാണിത്. പല കാര്യങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക നിക്ഷേപങ്ങളൊക്കെ വർദ്ധിക്കുകയും ലാഭകരമായ ഫലങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യുന്ന
ഒരു അനുകൂല മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും വരാനായിട്ട് പോകുന്നത്. സ്വന്തം ബിസിനസ് ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. കൃഷി വ്യവസായ മേഖലകളിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം എന്താ പറയാ, ഒരു പുരോഗതി തന്നെ നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. അടുത്തത് വൃശ്ചികം രാശിയാണ്. ഇവർക്ക് 5ാം ഭാവത്തിലെ 4 ഗ്രഹങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഏറെ അനുകൂലമായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. വരുമാനമൊക്കെ ഗണ്യമായിട്ട് വർദ്ധിക്കും. അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരുടെ ഒരു പൂർണ്ണ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉണ്ടാവും. കാര്യങ്ങളൊക്കെ കൃത്യവും കാര്യക്ഷമവുമായ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. വീട്ടിലെ മംഗളകരമായ സംഭവങ്ങളൊക്കെ നടക്കും. ബന്ധുക്കളുമായിട്ടുള്ള ബന്ധപ്പെട്ട പല കാര്യങ്ങളും എന്താ പറയാ, സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ സന്തോഷത്തിനും എന്താ പറയാ, ആവശ്യമായ സഹായങ്ങൾക്കൊക്കെ ബന്ധുക്കൾ എല്ലായ്പ്പോഴും ഒപ്പം നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.